ചരിത്ര പെരുമയുടെയും ചാവേറുകളുടെ പോരാട്ട വീര്യത്തിന്റെയും സ്മരണയിൽ അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്നിലെ മാമാങ്കം ചാവേർത്തറ പൈതൃകം ടൂറിസം പദ്ധതി നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മാമാങ്കത്തിൽ കോഴിക്കോട് സാമൂതിരിയെയും പടയെയും നേരിടാൻ അങ്ങാടിപ്പുറത്തു നിന്നും വള്ളുവക്കോനാതിരിയുടെ ചാവേറുകൾ പോയിരുന്നുവെന്ന ചരിത്രം. തിരുനാവായ മണപ്പുറത്ത് 12 വർഷം കൂടുമ്പോൾ നടത്തിവന്നിരുന്ന മാമാങ്ക മഹോത്സവത്തിന് വെള്ളാട്ടിരിയുടെ എഴുന്നള്ളിപ്പ് തിരുമാന്ധാംകുന്നിലെ കരിങ്കൽത്തറയിൽ നിന്നായിരുന്നു പുറപ്പാട്. ഈ കരിങ്കൽത്തറ പിന്നീട് മണിത്തറ എന്നും ചാവേർത്തറ എന്നും അറിയപ്പെട്ടു. വെള്ളാട്ടിരി ഇവിടെ വെച്ചാണ് പ്രധാന വിശേഷാവസരങ്ങളിൽ ജനത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. ചരിത്രപ്രധാനമുള്ള തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഐതിഹ്യം കണക്കിലെടുത്തും പോരാട്ട വീരന്മാരായ ചാവേറുകളുടെ സ്മരണ നിലനിർത്തുന്നതിനും മാമാങ്ക ചാവേർത്തറ സ്മാരക പദ്ധതി നടപ്പാക്കുകയായിരുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് DTPC മുഖേന മാമാങ്കം ഹെറിറ്റേജ് ടൂറിസം പദ്ധതിയായാണ് കൊണ്ടുവന്നത്. 1,63 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. നിർമ്മിതി കേന്ദ്രയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പദ്ധതി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മഞ്ഞളാംകുഴി അലി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ കുറേയധികം ചരിത്രങ്ങൾ ഇവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. വള്ളുവക്കോനാതിരിയും അതുപോലെ തന്നെ സാമൂതിരി രാജാവും തമ്മിലുള്ള മത്സരം, ഇവർ തമ്മിലുള്ള വലിയ മത്സരം ഉണ്ടായ സമയത്താണ് ഈ മാമാങ്കം ആരംഭിച്ചത്. മാമാങ്കത്തിൻ്റെ ചരിത്രം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടുന്ന് പോകുന്നതിന് പിന്നെ മടങ്ങി വരാത്ത രീതിയിലുള്ള ആൾക്കാരാണ് ഇവിടുന്ന് പോയിരുന്നത്. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു കാര്യം ഇപ്പോഴും പല ആൾക്കാരും പല ഭാഗത്തും വരുന്ന ആൾക്കാരൊക്കെ അത് ഇപ്പോഴും കൊണ്ടാടുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ വലിയൊരു ആഘോഷപ്പെടലിന് അടുത്ത് നടന്നിരുന്നു. ഒരു സംശയമില്ല, ഇതേ രീതിയിൽ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശം കൂടിയാണിത്. ഇവിടെ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. തൊട്ടടുത്ത വേറെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ ധാരാളം ആൾക്കാർ വരുന്നു. അവർക്കൊക്കെ സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് ഈ ചാവേർത്തറ ഹെറിറ്റേജ് പദ്ധതി ഉടനെ ആരംഭിച്ചത്. നിർമ്മിതി പ്രൊജക്ട് മാനേജർ ബീന KR പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കലക്ടറും DTPC ചെയർമാനുമായ ഡോക്ടർ വിനയ് ഗോയൽ, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബിജു TC, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ, DTPC ഡെപ്യൂട്ടി ഡയറക്ടർ അനിൽകുമാർ, DTPC സെക്രട്ടറി വിപിൻ ചന്ദ്ര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യത്തോട്ടത്തിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം U രവീന്ദ്രനാഥ്, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TK റഷീദ് അലി, P രാധാകൃഷ്ണൻ, സുബ്രഹ്മണ്യൻ, V രതീഷ്, KV ദാസൻ, തിരുമാന്ധാംകുന്ന് ക്ഷേത്രം തന്ത്രി നാരായണൻ നമ്പൂതിരി, HQD ഓഫീസർ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാവേർത്തറ പൈതൃകം ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചാവേറുകളുടെ പോരാട്ട വീര്യം അനുസ്മരിപ്പിച്ച കളരിപ്പയറ്റും അരങ്ങേറി. ഡിസംബറിലാണ് പദ്ധതിയുടെ ഭരണാനുമതി ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് ലഭിച്ചത്. പ്രധാനമായും 8 ഘടകങ്ങളാണ് പദ്ധതിയിൽപ്പെടുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള 2 ഗോപുരങ്ങളുടെ നിർമ്മാണം, 2 റോഡുകളുടെ നിർമ്മാണം, മാമാങ്ക ചരിത്രവുമായി ബന്ധപ്പെട്ട ചാവേർത്തറ നവീകരണം, ചുമർ ചിത്രങ്ങൾ, പടയാളിയായ മകൻ്റെയും അമ്മയുടെയും പ്രതിമ, ഭക്തജനങ്ങൾക്ക് പുതിയ കംഫർട്ട് സ്റ്റേഷൻ, ഇൻഫർമേഷൻ സെൻറ്റർ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. മാമാങ്ക മഹോത്സവ ചരിത്രം വിശദീകരിക്കുന്ന 6 ചുമർ ചിത്രങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. 1755 അവസാനമായി നടന്നു എന്ന് പറയപ്പെടുന്ന മാമാങ്കത്തിൽ ചാവേറായി പോയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 16 വയസ്സുകാരനായ ധീര യോദ്ധാവിനെ പെറ്റമ്മ അനുഗ്രഹിച്ച് അയക്കുന്ന സന്ദർഭത്തിലുള്ള പ്രതിമയുടെ രൂപം ചാവേർത്തറയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു ഓർമ്മയായി ഉയർത്താനുള്ള അതിൻ്റെ എല്ലാവിധ ചിത്രങ്ങളും അതിൻ്റെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇത് കാലാകാലം ഭക്തയിൽ പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള ഒരു കാര്യം കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു സവിശേഷമായ ഒരു കാര്യമാണ് നടത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനി ഇത് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട് ദേവസ്വത്തിന്. അതുവഴിയെ നമ്മൾ ഇതിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇതിലെ മറ്റു കാര്യങ്ങൾക്ക് അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ വളരെ വേഗത്തിൽ ചെയ്യും. എന്തായാലും വളരെ സന്തോഷം.
കലാകാരനും ശില്പിയുമായ ഉണ്ണി സുൽത്താനാണ് ഈ സ്മാരകത്തിലെ സൃഷ്ടികൾ പൂർത്തീകരിക്കാൻ ജില്ലാ നിർമ്മിതി കേന്ദ്രയെ സഹായിച്ചത്. 2019 നിർമ്മാണം ആരംഭിച്ചു എങ്കിലും പല സാങ്കേതിക കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു. രക്തം ചിന്തിയും ജീവൻ കൊടുത്തും അഭിമാനം സംരക്ഷിക്കുന്ന ചാവേറുകളുടെ ചരിത്രം വീറിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥയാണ്. മാമാങ്ക മഹോത്സവം കേരളത്തിൻ്റെ സാംസ്കാരിക വാണിജ്യ പാരമ്പര്യത്തിൻ്റെയും നേർചിത്രമാണ്. ആ സ്മരണകൾ മാമാങ്കം ചാവേർത്തറ സ്മാരകത്തിലൂടെ നിലനിൽക്കും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.